സോ ഒരു ഇക്കോളജിക്കൽ പിരമിഡ് നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് പിരമിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. അതിൽ ആദ്യത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. പിരമിഡ് ഓഫ് നമ്പർ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഓരോ സക്സസീവ് ആയിട്ടുള്ള ട്രോഫിക് ലെവലുകളെയും അതിൽ നമ്പർ വെച്ച് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് ഇൻ ദ ഫോം ഓഫ് പിരമിഡ്, നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് അത് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. സോ ഓരോ ട്രോഫിക് ലെവലുള്ള ഓർഗാനിസത്തിനെ പിരമിഡിൻ്റെ രൂപത്തിൽ നമ്പർ വെച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? പിരമിഡ് ഓഫ് നമ്പർ. സോ ഒരു ഫുഡ് ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ മെമ്പേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോഴേക്കും ആ ഏറ്റവും ഹയർ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറവായിരിക്കും ഒരു ഫുഡ് ചെയിനിൽ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. സോ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഗ്രാസ് ഹോപ്പർ, ഗ്രാസിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ, അതിനെ കൺസ്യൂം ചെയ്യുന്ന ഫ്രോഗ്. സോ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഫുഡ് ചെയിൻ പഠിച്ചിട്ടുണ്ട്. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ ഗ്രാസ് ആയിരിക്കും കൂടുതൽ നമ്പറായിട്ട് കാണാം. സോ ഗ്രാസ് മോർ ഇൻ നമ്പർ. ഗ്രാസ് ലാൻഡിൽ ഗ്രാസ് കൂടുതൽ, ആ പ്രൊഡ്യൂസർ ലെവലുള്ള ഗ്രാസ് കൂടുതൽ നമ്പറായിരിക്കും. അതിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ ഈ പറഞ്ഞ ഗ്രാസിനേക്കാളും കുറവായിരിക്കും. സോ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രാസ് മോർ നമ്പർ ദാൻ അതിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ. ആ ഗ്രാസ് ഹോപ്പർ എന്താണ്? പ്രൈമറി കൺസ്യൂമർ. സോ പ്രൈമറി കൺസ്യൂമറിനേക്കാളും കൂടുതൽ എണ്ണം ഏതാണ് കാണുക? ഗ്രാസ് ആയിരിക്കും കാണുക. ഇനി ഈ ഗ്രാസ് ഹോപ്പറിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അതിനെ കൺസ്യൂം ചെയ്യുന്ന ഫ്രോഗിൻ്റെ എണ്ണത്തെ വെച്ച് നോക്കുമ്പോൾ. സോ ഗ്രാസ് ഹോപ്പേഴ്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ ഫ്രോഗ്. ആ ഫ്രോഗ് എന്താണ്? സെക്കൻഡറി കൺസ്യൂമറാണ്. സോ അതുപോലെ തന്നെ ഇനി ഫ്രോഗിനെ കൺസ്യൂം ചെയ്യുന്നത് എന്താ? ഹോക്കാണ് നിൽക്കുക. സോ നമ്പർ ഓഫ് ഫ്രോഗ് കൂടുതലായിരിക്കും, മോർ ഇൻ നമ്പർ ദാൻ ഹോക്ക്. ഹോക്ക് എന്താണ്? ടേർഷ്യറി കൺസ്യൂമർ. സോ ഓരോ സക്സസീവ് ട്രോഫിക് ലെവലിൽ പോകുന്തോറും ആ ഹയർ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിൻ്റെ നമ്പർ കുറവായിരിക്കും, സ്മോളർ നമ്പർ ആയിരിക്കും ഒരു ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ. സോ ഹയർ ട്രോഫിക് ലെവലിൽ പോകുന്തോറും പ്രൊഡ്യൂസർ തൊട്ട് അതിൻ്റെ ഏറ്റവും ഫൈനൽ എൻഡുള്ള കൺസ്യൂമർ എത്തുമ്പോഴേക്കും ആ ഫൈനൽ കൺസ്യൂമറിൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങും. സോ ഏറ്റവും കൂടുതൽ നമ്പർ എന്തിലായിരിക്കും? ആ പ്രൊഡ്യൂസറിലായിരിക്കും ഉണ്ടാവുക. കൂടുതൽ നമ്പർ ഓഫ് ഓർഗാനിസം പ്രൊഡ്യൂസർ ലെവലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഗ്രാസ് ആണ് കൂടുതൽ നമ്പർ ഗ്രാസ് ഹോപ്പറിനേക്കാളും. എന്നാൽ ഗ്രാസ് ഹോപ്പറാണ് അതിനെ കൺസ്യൂം ചെയ്യുന്ന ഫ്രോഗിനേക്കാളും കൂടുതൽ നമ്പർ ഉണ്ടായിരിക്കുക. എന്നാൽ ഫ്രോഗ് ആയിരിക്കും അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്കിനേക്കാളും കൂടുതൽ നമ്പർ ഉണ്ടായിരിക്കുക. ഇതൊരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ. സോ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓരോ ഹയർ ട്രോഫിക് ലെവലിൽ പോകുന്തോറും അതിൻ്റെ നമ്പർ കുറയാൻ തുടങ്ങുന്നു. ഇതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലാണെങ്കിലും അവിടെ ഫോറസ്റ്റിൽ പ്ലാന്റ്സ് ആയിരിക്കും കൂടുതൽ. പ്ലാന്റ്സ് മോർ നമ്പർ ആയിരിക്കും ദാൻ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ എണ്ണമായിരിക്കും കൂടുതൽ ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ. സോ പ്ലാന്റ്സ് മോർ ഇൻ നമ്പർ ദാൻ അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ. അതുപോലെ തന്നെ ഈ ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ കൂടുതലായിരിക്കും ആ ഹെർബിവോറസ് ആയിട്ടുള്ള ഇൻസെക്റ്റിനെ കൺസ്യൂം ചെയ്യുന്ന സ്മോൾ ബേർഡ്സിനേക്കാളും. അതുപോലെ തന്നെ സ്മോൾ ബേർഡ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അതിനെ കൺസ്യൂം ചെയ്യുന്ന ലാർജ് ബേർഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ലാർജ് ബേർഡ്സ് കൂടുതലായിരിക്കും അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്കിനെ വെച്ച് നോക്കുമ്പോൾ. സോ ഇവിടെയും നോക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലും നമ്മുടെ പ്ലാന്റ്സ്, അതായത് പ്രൊഡ്യൂസർ, അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ഇൻസെക്ട്സ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന സ്മോൾ ബേർഡ്സ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന ലാർജ് ബേർഡ്സ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്ക്. ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്പർ പ്ലാന്റ്സിലായിരിക്കും. ആ പ്ലാന്റ്സിനേക്കാളും എണ്ണം കുറവായിരിക്കും കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ഇൻസെക്ട്സ്, അതിനേക്കാളും എണ്ണം കുറവായിരിക്കും സ്മോൾ ബേർഡ്സ്, അതിനേക്കാളും എണ്ണം കുറവായിരിക്കും ലാർജ് ബേർഡ്സ്, അതിനേക്കാളും എണ്ണം കുറവായിരിക്കും ഹോക്സ്. സോ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്തോറും നമ്പർ ഓഫ് ഓർഗാനിസംസ് കുറഞ്ഞു വരുന്നു. സോ നമ്പർ ഓഫ് ഓർഗാനിസം ഓരോ സക്സസീവ് ട്രോഫിക് ലെവലിലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഓർഗാനിസം ഓരോ ട്രോഫിക് ലെവൽസും നമ്മൾ നമ്പർ വെച്ചിട്ട്
പ്ലോട്ട് ചെയ്ത് ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാക്കുമ്പോൾ അതാണ് നമ്മൾ പറയുന്ന പിരമിഡ് ഓഫ് നമ്പർ. സോ നമുക്കിവിടെ ഡയഗ്രത്തിൽ നോക്കാം. സോ മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ പിരമിഡ് ഓഫ് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്രൈറ്റ് ആണെന്ന്. സോ പിരമിഡ് ഓഫ് നമ്പർ ഈസ് അപ്രൈറ്റ്. ഇത് പിരമിഡ് ഓഫ് നമ്പർ മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റത്തിലും. ബിക്കോസ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഏതാണോ അതിൻ്റെ ബേസ് ലെവലിലുള്ള പ്രൊഡ്യൂസേഴ്സ് അത് ആയിരിക്കും, ആ ഫസ്റ്റ് ട്രോഫിക് ലെവലുള്ള അവരായിരിക്കും കൂടുതൽ നമ്പർ കമ്പയർ ടു അനദർ ട്രോഫിക് ലെവലിനേക്കാളും. നമ്മളിപ്പോൾ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് ആയിസ് എ പ്ലാന്റ് ആയിരിക്കും കൂടുതൽ, അതിനേക്കാളും കുറവായിരിക്കും ഹെർബിവോറസ് ഇൻസെക്ട്സ്, അതിനേക്കാളും കുറവായിരിക്കും സ്മോൾ ബേർഡ്സ്, അതിനേക്കാളും കുറവായിരിക്കും ലാർജ് ബേർഡ്സ്, അതിനേക്കാളും കുറവായിരിക്കും ഹോക്സ്. സോ എപ്പോൾ നോക്കിയാലും നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഇക്കോസിസ്റ്റത്തിൽ പിരമിഡ് ഓഫ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താണ്? അപ്രൈറ്റ്. സോ മെജോറിറ്റി ഓഫ് ദ ഇക്കോസിസ്റ്റം പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് ആണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ നമ്പർ ബേസ് ലെവലിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകുന്തോറും സക്സസീവ് ഹയർ ട്രോഫിക് ലെവലിൽ പോകുന്തോറും നമ്പർ ഓഫ് ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഇത് ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിലും ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിലും നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് നമ്പർ. സോ നമുക്കതിൻ്റെ ഡയഗ്രാം നോക്കാം. സോ ഇതാണ് നമ്മുടെ പിരമിഡ് ഓഫ് നമ്പർ കാണിക്കുന്നത്. സോ ആദ്യം നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസർ, ഇതാണ് ആ ഗ്രീൻ കളർ കാണിച്ചേക്കുന്നത്, പ്രൈമറി പ്രൊഡ്യൂസർ. ഗ്രീൻ കളറിൽ പ്രൈമറി പ്രൊഡ്യൂസർ. പ്രൈമറി പ്രൊഡ്യൂസറിനെ നമ്മൾ പി എന്ന് ഷോർട്ട് ഇട്ട് വെച്ചു. സോ പ്രൈമറി പ്രൊഡ്യൂസറാണ് ഈ താഴെ കാണുന്ന ആ ബേസ് ലെവലിൽ കാണുന്ന ഈ പിരമിഡിലുള്ളത്. ആ പ്രൈമറി പ്രൊഡ്യൂസറിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമർ നോക്കിയേ, ഏറ്റവും കൂടുതൽ പ്രൈമറി പ്രൊഡ്യൂസറാണ്. ഒരു 5 മില്യൺ അതിൻ്റെ അടുത്ത് വരും. അറൗണ്ട് 6 മില്യൺ പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണുള്ളത്. അതിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമറിൻ്റെ എണ്ണം നോക്കിയേ കുറവാണ്. PC പ്രൈമറി കൺസ്യൂമർ, അതിൻ്റെ എണ്ണം കുറവാണ്. ഇതിനെ 6 lakh മില്യൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം കുറവാണ്. അതിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമർ എന്ന, അതായത് ഹെർബിവോറിനെ കൺസ്യൂം ചെയ്യുന്ന അടുത്ത സെക്കൻഡറി കൺസ്യൂമർ ഈ ട്രോഫിക് ലെവലിൽ SC സെക്കൻഡറി കൺസ്യൂമർ, അതിൻ്റെ എണ്ണം ഇതിനേക്കാളും കുറവാണ്. 708, ഇവിടെ 354. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യുന്ന ടെർഷ്യറി കൺസ്യൂമർ അത് അതിനേക്കാളും കുറവാണ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് 3 ആണ്. സോ ട്രോഫിക് ലെവലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൈമറി പ്രൊഡ്യൂസർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ, പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി ട്രോഫിക് ലെവൽ ഹെർബിവോർ, പിന്നെ അതിനെ സെക്കൻഡറി കൺസ്യൂമർ കാർണിവോർ, അത് കഴിഞ്ഞ് അതിനെ കൺസ്യൂം ചെയ്യുന്ന ടെർഷ്യറി കൺസ്യൂമർ. സോ ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ട്രോഫിക് ലെവലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അതിൻ്റെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. കണ്ടില്ലേ? സോ പ്രൊഡ്യൂസറിൻ്റെ എണ്ണം നിയർലി 6 മില്യൺ ആണ്. പ്രൈമറി കൺസ്യൂമറായ ഹെർബിവോറിൻ്റെ എണ്ണം അതിനേക്കാളും കുറവാണ്, 708. അതേസമയം സെക്കൻഡറി കൺസ്യൂമർ അതിനേക്കാളും കുറവാണ്, 354 ആണ്. അതിനേക്കാളും കുറവാണ് ടെർഷ്യറി കൺസ്യൂമറായ നമ്മുടെ ഈ പറഞ്ഞ ടോപ്പ് കാർണിവോർ ആയിട്ടുള്ളത് 3 വരുള്ളൂ. സോ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ് വരികയാണ്. സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്തോറും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്താണ്? ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഏറ്റവും കൂടുതൽ നമ്പർ എവിടെയാണ് കാണുന്നത്? ആ താഴെയുള്ള ബേസ് ലെവലിലുള്ള ആ പിരമിഡിൻ്റെ ആ ഫസ്റ്റ് ട്രോഫിക് ലെവലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കാണുക. ഹയറിലെത്തുമ്പോൾ അതിൻ്റെ നമ്പർ നോക്കിയേ, ഈ 6 മില്യൺ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്നും ആ ഹയർ ട്രോഫിക് ലെവലെത്തുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം നോക്കി വളരെയധികം കുറഞ്ഞത്രേ 3 മാറി. സോ ഇങ്ങനെ കാണിക്കുന്ന ആ പിരമിഡ് ഓഫ് നമ്പറാണ് നമ്മൾ പറഞ്ഞ അപ്രൈറ്റ് പിരമിഡ്. അത് തന്നെയാണ് ഇവിടെ വേറെ രീതിയിൽ നമ്മൾ കാണിച്ചേക്കുന്നത്. സോ താഴെ കാണുന്ന പ്രൊഡ്യൂസേഴ്സ് ഗ്രാസസ്, നമ്മൾ പറഞ്ഞ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റമാണ് ഇവിടെ കാണിച്ചത്. ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ ഗ്രാസസ് പ്രൊഡ്യൂസേഴ്സ് ആണ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് താഴെ കാണുന്നത് ഏറ്റവും കൂടുതൽ. അതിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പേഴ്സ് ആയ ഹെർബിവോഴ്സ് അതിൻ്റെ എണ്ണം കുറവായിരിക്കും. ഈ ഹെർബിവോഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഫ്രോഗുകൾ ആ കാർണിവോഴ്സ് ഇവരുടെ എണ്ണത്തെക്കാളും കുറവായിരിക്കും. ഈ ഫ്രോഗിനെ കൺസ്യൂം ചെയ്യുന്ന ടോപ്പ് കാർണിവോഴ്സ് ഹോക്സ് ഈ ഫ്രോഗിനേക്കാളും എണ്ണം കുറവായിരിക്കും. സോ ഇങ്ങനെ അപ്രൈറ്റ് ആണ് ഈ പറഞ്ഞ പിരമിഡ് ഓഫ് നമ്പർ. സോ നമ്പർ ഓഫ് ഓർഗാനിസം ട്രോഫിക് ലെവൽ ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നു. സോ ഗ്രാസസ് ആയ പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും കൂടുതൽ, ഏറ്റവും മോർ ഇൻ നമ്പർ,
അതിനെ കൺസ്യൂം ചെയ്യുന്ന ഗ്രാസ് ഹോപ്പേഴ്സ് കുറവായിരിക്കും ഇതിനെ കമ്പയർ ചെയ്യുന്ന ഹെർബിവോസ്. എന്നാൽ ഈ ഹെർബിവോറായ ഗ്രാസ് ഹോപ്പർ ഇതിനെ കൺസ്യൂം ചെയ്യുന്ന ഫ്രോഗിനേക്കാൾ എണ്ണം കൂടുതലായിരിക്കും. ഈ ഫ്രോഗായ കാർണിവോസ് ഈ പറഞ്ഞ അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്കിനേക്കാൾ എണ്ണം കൂടുതലായിരിക്കും, ഹോക്കിൻ്റെ എണ്ണം കുറവായിരിക്കും. സോ മേലേക്ക് അതിൻ്റെ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക്, ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകുന്തോറും നമ്പർ ഓഫ് ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതൊരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഇതിൻ്റെ ഷേപ്പ് നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്? അപ്രൈറ്റ് ആണ്. സോ ഇത് രണ്ടും അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് നമ്പർ ഇതിന് എക്സാമ്പിളാണ്. ഇത് രണ്ടും അപ്രൈറ്റ്. ഇങ്ങനെ അപ്രൈറ്റ് ആവാൻ കാരണം എന്താണ്? ഏറ്റവും താഴെയുള്ള നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സാണ് ഏറ്റവും കൂടുതൽ കമ്പയറിങ് ടു അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഓർഗാനിസത്തിനേക്കാളും. സോ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർ അതിനേക്കാളും കുറവ്. ഇങ്ങനെയാണ് സക്സസീവ് ട്രോഫിക് ലെവലിൽ വരുന്നതോടും പിരമിഡ് ഓഫ് നമ്പർ കുറഞ്ഞു വരുന്നു. സോ മോസ്റ്റ് ഓഫ് ദി ഇക്കോസിസ്റ്റത്തിലും ഈ രണ്ട് പറഞ്ഞതിലും എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദി ഇക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചതിലൊക്കെ പിരമിഡ് ഓഫ് നമ്പർ എന്താണ്? അപ്രൈറ്റ് പൊസിഷനാണ്. എന്നാൽ ചില ഇക്കോസിസ്റ്റത്തിൽ ഈ പറഞ്ഞ പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് അല്ല. എക്സെപ്ഷൻ കേസുകളാണ് ഇവിടെ പറയുന്നത്. എല്ലാ ഇക്കോസിസ്റ്റത്തിലും നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഇക്കോസിസ്റ്റത്തിലും നമ്മൾ എന്താണ് പറഞ്ഞത്? പിരമിഡ് ഓഫ് നമ്പർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അപ്രൈറ്റ് പൊസിഷനാണ്. എന്തുകൊണ്ടാണ് അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, താഴെ കാണുന്ന നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് മോർ വെൻ കമ്പയർഡ് ടു ഹെർബിവോർ, ആൻഡ് ദിസ് ഹെർബിവോർ ഈസ് മോർ വെൻ കമ്പയർഡ് ടു കാർണിവോർ ഫ്രോഗ്, ആൻഡ് ദിസ് ഫ്രോഗ് ആൻഡ് കാർണിവോർ ഈസ് മോർ കമ്പയർഡ് ടു ടോപ്പ് കാർണിവോർ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഇക്കോസിസ്റ്റത്തിലും ഈ പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ എക്സെപ്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ഇക്കോസിസ്റ്റത്തിൽ ഈ പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് അല്ല. ചില ഇക്കോസിസ്റ്റത്തിൽ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആയിട്ടും അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടും കാണുന്നു. അതിന് എക്സാമ്പിളാണ് ട്രീ ഡോമിനേറ്റഡ് ഇക്കോസിസ്റ്റം. ഒരു ട്രീ ഡോമിനേറ്റഡ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ട്രീ ഇക്കോസിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ബേർഡ്സ്, ഒരുപാട് നമ്പർ ഓഫ് ബേർഡ്സ് ഒറ്റ സിംഗിൾ ട്രീയിൽ തന്നെ കാണാം. ഒരു ട്രീ ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രീനെ തന്നെ, ഒരു ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ഷേപ്പായിട്ടാണ് കാണുന്നത്. കാരണം ഒരു സിംഗിൾ ട്രീയിൽ ഒരുപാട് നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ടാവും. ആ സിംഗിൾ ട്രീനെ കൺസ്യൂം ചെയ്യുന്നത് ഒരുപാട് നമ്പർ ഓഫ് ബേർഡ്സ് ആയിരിക്കും. ആൻഡ് അതിനെ ഒരുപാട് നമ്പർ ഓഫ് എക്ടോ പാരസൈറ്റ്സ് ഈ ബേർഡ്സിനെ കൺസ്യൂം ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ ആ ഇക്കോസിസ്റ്റം ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഷേപ്പാണ്. നമുക്ക് നോക്കാം അതിൻ്റെ പിക്ചർ. സോ ഇതാണ് ഒരു ട്രീ ഇക്കോസിസ്റ്റം. സോ ഒരു ട്രീ ഇക്കോസിസ്റ്റത്തിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു. ട്രീ ഇക്കോസിസ്റ്റമാണ് ഇവിടെ പറഞ്ഞത്, ഇൻവേർട്ടഡ് പിരമിഡ്. സോ ട്രീ ഇക്കോസിസ്റ്റത്തിൽ ഇൻവേർട്ടഡ് പിരമിഡ് എങ്ങനെയാണ് വരുന്നത്? ട്രീ, ഒരു ഒറ്റ സിംഗിൾ ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം. സോ ഒരു ട്രീ ഉള്ളൂ, അതാണ് അവിടുത്തെ ഒറ്റ സിംഗിൾ പ്രൊഡ്യൂസർ. അവിടെ പിരമിഡ് ഓഫ് നമ്പർ വരുമ്പോൾ ഒറ്റ ട്രീ ഉള്ള നമ്പർ വൈസ് 1. ആ ട്രീയിൽ ഒരുപാട് നമ്പർ ഓഫ് ബേർഡ്സ് ആയ ഹെർബിവോസുകൾ ഉണ്ടായിരിക്കും. ആ ഒറ്റ ട്രീനെ കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് ഹെർബിവോസ് ആയിട്ടുള്ള ബേർഡ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ നമ്പർ നോക്കൂ, 60. സോ ഇതിനേക്കാളും നമ്പർ ഇവിടെ കൂടുതലാണ്. ഇനി ഈ ബേർഡ്സിനെ കൺസ്യൂം ചെയ്യുന്ന, ഈ ഹെർബിവോസ് ആയിട്ടുള്ള ബേർഡ്സിനെ കൺസ്യൂം ചെയ്യുന്ന കാർണിവോസ് ആയിട്ടുള്ള ബേർഡ്സുകൾ, എക്ടോ പാരസൈറ്റ്സ് ഓൺ ദിസ് ബേർഡ്സ്, ഈ ബേർഡ്സിൽ കാണുന്ന ലൈസ് പോലത്തെ എക്ടോ പാരസൈറ്റുകളായിട്ടുള്ള ബേർഡ്സുകൾ, ഈ ബേർഡ്സിനെ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കാർണിവോസുകൾ എത്രയതിൻ്റെ നമ്പർ? 1200, 1200. സോ ഇവിടെ പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് അല്ല കാണിക്കുന്നത്. എങ്ങനെയാണ്? ഇൻവേർട്ടഡ് പിരമിഡാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാണ്? ഇവിടെ കാണുന്നത് ഏതാണ്? എക്സെപ്ഷൻ കേസ് ഒരു ട്രീ ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ പിരമിഡിൽ കാർണിവോസ് അതിനായിരിക്കും ഏറ്റവും എണ്ണം കൂടുതൽ, അതിനേക്കാളും എണ്ണം കുറവ് ഹെർബിവോസും, അതിനേക്കാൾ ഏറ്റവും എണ്ണം കുറവ് പ്രൊഡ്യൂസറിനായിരിക്കും. സോ ഇവിടെ പിരമിഡ് ഓഫ് നമ്പർ നമുക്ക് കാണാം. പ്രൊഡ്യൂസർ ഒരെണ്ണേ ഉള്ളൂ, ഹെർബിവോർ 60 എണ്ണം ഉണ്ട്, അതിനെ കൺസ്യൂം ചെയ്യുന്ന എക്ടോ പാരസൈറ്റ് ആയിട്ടുള്ള കാർണിവോർ 1200 എണ്ണം. സോ ഇവിടെ ഇങ്ങനത്തെ ഇക്കോസിസ്റ്റത്തിൽ, ട്രീ ഇക്കോസിസ്റ്റത്തിൽ പിരമിഡ് എന്താണ് പറയുന്നത്? ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നു. സോ അത് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ട്രീ ഇക്കോസിസ്റ്റത്തിൻ്റെ ഷേപ്പ് പറയാണ് സ്പിൻഡിൽ ഷേപ്പ്ഡ്. നമ്മൾ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ, ഈ പിരമിഡിനെ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പാണ് സ്പിൻഡിൽ ഷേപ്പ്ഡ്. ഒറ്റ സിംഗിൾ ട്രീ ആണ്, ആ സിംഗിൾ ട്രീ ആണ് നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസർ PP.
എത്രയാണ്? ഒരെണ്ണേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. ഒറ്റ സിംഗിൾ ട്രീ ആണ്, ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം. ഒരു സിംഗിൾ ട്രീ അതിനെ കൺസ്യൂം ചെയ്യുന്ന, ആ ഒറ്റ മരത്തിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള ബേർഡ്സുകൾ, പ്രൈമറി കൺസ്യൂമർ, അവിടെ 21ഓളം പ്രൈമറി കൺസ്യൂമറുകൾ ഉണ്ട് എന്ന് പറയും. സോ അതുപോലെ തന്നെ ഇതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്കുകൾ, ഈ പ്രൈമറി കൺസ്യൂമറിനെ കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമർ SC ഹോക്കുകൾ 3 എണ്ണം. അപ്പോൾ അവിടെയാണ് ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം എന്താ? സ്പിൻഡിൽ ഷേപ്പ്ഡ് ഇക്കോസിസ്റ്റമാണ്. ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് നമ്പർ നമ്മുടെ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്, അതുപോലെ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. എന്നാൽ ഇതിൻ്റെ എക്സെപ്ഷൻ കേസസ് ആണ്. ചില ഇക്കോസിസ്റ്റത്തിൽ പിരമിഡ് ഓഫ് നമ്പർ എങ്ങനെയാണ്? ഇൻവേർട്ടഡ് പിരമിഡാണ്. അതെന്താണ്? ട്രീ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണത്? ഇൻവേർട്ടഡ് പിരമിഡാണ്. നമ്മൾ പറഞ്ഞു സിംഗിൾ ട്രീനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോഴ്സ് ആയിട്ടുള്ള ബേർഡ്സ് 60 നമ്പർ, അതിനെ കൺസ്യൂം ചെയ്യുന്ന കാർണിവോഴ്സ് ആയിട്ടുള്ള എക്ടോപാരസൈറ്റ്സ്, ഈ ബേർഡ്സിൽ കാണുന്ന എക്ടോപാരസൈറ്റ്സ്, ലൈസ് പോലത്തെ എക്ടോപാരസൈറ്റ്സുകൾ കാർണിവോർ 1200 എണ്ണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഇക്കോസിസ്റ്റം എന്താണ്? ഇൻവേർട്ടഡ് പിരമിഡാണ്. അതുപോലെ തന്നെ ട്രീ ഇക്കോസിസ്റ്റം സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള പിരമിഡ്. എപ്പോഴാണെങ്കിൽ ഒറ്റ സിംഗിൾ ട്രീ സപ്പോർട്ട് നമ്പർ ഓഫ് ഹെർബിവോറസ് ബേർഡ്, കുറച്ച് ഹെർബിവോറസ് ബേർഡ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നു ഈ ട്രീ. അതുപോലെ തന്നെ ഈ ബേർഡ്സിനെ ഈറ്റൻ ബൈ ഹോക്സ്, കാർണിവോറസ് ആയിട്ടുള്ള ഹോക്സ്, അതിൻ്റെ നമ്പർ 3. സോ ഇങ്ങനത്തെ വരുമ്പോൾ ഒറ്റ ട്രീനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ബേർഡ്സും അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്സും, അങ്ങനെ വരുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ഇത് നമ്മൾ ഒരു പിരമിഡായിട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഷേപ്പാണ് സ്പിൻഡിൽ ഷേപ്പ്ഡ് പിരമിഡ്. സോ സ്പിൻഡിൽ ഷേപ്പ്ഡ് പിരമിഡ് ട്രീ ഇക്കോസിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ വേറെ ട്രീ ഡോമിനേറ്റഡ് ഇക്കോസിസ്റ്റം ഇൻവേർട്ടഡ്. സോ മെജോറിറ്റി പിരമിഡ് ഓഫ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്രൈറ്റ് ആയിട്ടാണ്. പ്രൊഡ്യൂസറിൻ്റെ എണ്ണം കൂടുതൽ, ഹയർ ട്രാഫിക് ലെവലിലേക്ക് പോകുന്തോറും നമ്പർ ഓഫ് ഓർഗാനിസം കുറഞ്ഞു വരുന്നു. മെജോറിറ്റി ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. എന്നാൽ എക്സെപ്ഷൻ കേസുകൾ ഇൻവേർട്ടഡ് പിരമിഡ്, ട്രീ ഡോമിനേറ്റഡ് ഇക്കോസിസ്റ്റം, സിംഗിൾ ട്രീ കൺസ്യൂം ചെയ്യുന്ന ബേർഡ്സ് 60, അതിനെ കൺസ്യൂം ചെയ്യുന്ന എക്ടോ പാരസൈറ്റ് അല്ലെങ്കിൽ അതിൽ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന പാരസൈറ്റ് 1200 കാർണിവോർ. അപ്പോൾ അത് ഇൻവേർട്ടഡ് പിരമിഡായിട്ട് മാറും. അതേപോലെ തന്നെ ട്രീ ഇക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ട്രീ ഇക്കോസിസ്റ്റത്തിൽ സിംഗിൾ ട്രീനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസ് ബേർഡ്സ്, അതിനെ കൺസ്യൂം ചെയ്യുന്ന ഹോക്ക്. അപ്പോൾ അവിടെ നമ്പർ വൈസ് നോക്കുമ്പോൾ ഒറ്റ ട്രീ, ഹെർബിവോറസ് ബേർഡ്സ് 21, ഹോക്ക് 3. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പാണ് സ്പിൻഡിൽ ഷേപ്പ്. സോ എക്സെപ്ഷൻ നമ്മുടെ ഇൻവേർട്ടഡ് പിരമിഡ്, അതുപോലെ തന്നെ സ്പിൻഡിൽ ഷേപ്പ്ഡ് പിരമിഡുകളും നമ്മുടെ പിരമിഡ് ഓഫ് നമ്പറിൽ കാണുന്നു. മെജോറിറ്റി നമ്മൾ ഗ്രാസ് ലാൻഡിലും ഫോറസ്റ്റിലും കാണുന്നത് ഏതാണ്? അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ഓഫ് നമ്പർ.